Welcome back. Now we are going to discuss cooling off period. ഒരു വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടതാണ് ഒരു ക്വസ്റ്റ്യൻ. കൂളിംഗ് ഓഫ് പീരിയഡ് എന്താണെന്നുള്ളത്. അതായത് രണ്ട് ബൈബാക്ക് ഓഫ് ഷെയർസിന് ഇടയ്ക്ക് വേണ്ട ടൈം ഗ്യാപ്പിനെയാണ് കൂളിംഗ് ഓഫ് പീരിയഡ് എന്ന് പറയും. ഇത് അറ്റ്ലീസ്റ്റ് 1 year എങ്കിലും ആയിരിക്കണം. നോക്കാം നമുക്ക്. കൂളിംഗ് ഓഫ് പീരിയഡ് ഈസ് ദി ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ two buyback of shares. It is a time gap of at least 1 year between two buyback. രണ്ട് ബൈബാക്കിനിടയ്ക്ക് ഒരു വർഷമെങ്കിലും ടൈം ഗ്യാപ്പ് വേണം. ഇനി നമുക്ക് നോക്കാം പോയിന്റ്സ് ടു റിമെമ്പർ. ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനാണ് ഇത് ആവശ്യമായിട്ട് വരുന്നത്. കൂളിംഗ് ഓഫ് പീരിയഡ് 2 marksന്റെ ഒരു വർഷം ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. Securities premium can be utilized for the purpose as it is considered as revenue point profit for the purpose of buyback of shares. ഇപ്പോൾ ബൈബാക്ക് ഓഫ് ഷെയർസ് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം യൂട്ടിലൈസ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ്, ഫണ്ട് റേസ്ഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ക്യാൻ ഓൾസോ ബി യൂട്ടിലൈസ്ഡ് ഫോർ ബൈബാക്ക്. ഇപ്പം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. തേർഡ് പോയിന്റ്, ആൻ എമൗണ്ട് ഈക്വൽ ടു ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് ഔട്ട് ഓഫ് റവന്യൂ റിസർവ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇപ്പോൾ ഷെയർ ബൈബാക്ക് നടത്തുമ്പോൾ ആ ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്, അതായത് ബൈബാക്ക് നടത്തുന്നത് റവന്യൂ റിസർവിൽ നിന്നാണെങ്കിൽ എന്ത് ചെയ്യണം? ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം. ഇത് തന്നെ നമ്മൾ എവിടെയും പഠിച്ചതാണ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിലും പഠിച്ചു. റവന്യൂ റിസർവിൽ നിന്നാണ് റിഡംഷൻ നടത്തുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അവിടെയും ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിരുന്നു, ഇവിടെ അത് തന്നെയാണ് വരുന്നത്.